ഫ്രണ്ട്സ്, കോഴിക്കോട് മുക്കത്ത് നടന്ന പീഡന ശ്രമം. അപ്പോൾ വാർത്തകളെല്ലാം ചർച്ചയായിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് എല്ലാം പ്രചരിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു കാണും. സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കമൻറ്റുകൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പക്ഷേ അതിൽ ഓരോരുത്തരുടെ സംസ്കാരമാണ് കമൻറ്റിലൂടെ വരുന്നത്. അപ്പോൾ ചോദിക്കുന്നു, ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, വരുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നു. നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, പെൺകുട്ടി നിലവിളിക്കുന്നു, എന്നൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടി നിലവിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, പുറത്തറിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നാണക്കേടെന്ന്. അതെന്താ മാനക്കേടെന്ന്? അപ്പോൾ പെൺകുട്ടിക്ക് മാത്രമേ മാനമുള്ളൂ. ഈ പീഡിപ്പിക്കാൻ വന്ന ആളുകൾ സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരായ റിയാസ്, സുരേഷ്, ഇവർ 3 പേരും ചേർന്നാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ആ വോയിസിൽ, ആ വീഡിയോയിലുണ്ട്, പുറത്തറിഞ്ഞാൽ നിനക്ക് മാനക്കേടാണെന്ന്. ശരിയാണ്. ആ പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ആ കാട്ടാളന്മാരുടെ കയ്യിൽ നിന്നും മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ദേവദാസ് എന്ന് പറയുന്ന ആളെ തൃശ്ശൂരിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിൽ അവരതിൽ നിന്ന് ഊരിപ്പോരും, അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ എന്ത് ശിക്ഷ കൊടുക്കും, പൈസ ഉള്ളവർക്ക് എങ്ങനെയൊക്കെ പോരാം, ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പീഡനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ആ പെൺകുട്ടിയുടെ മാനം കാത്തുരക്ഷിച്ചു. സങ്കേതം ഹോട്ടലിലെ ജീവനക്കാരിയായിരുന്നു ഈ പറയുന്ന പെൺകുട്ടി, 24 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി. അവിടെ ജോലിക്ക് കയറി. അതിനുശേഷം ദേവദാസ് എന്ന് പറയുന്ന സാഗിതം ഹോട്ടലിൻ്റെ ഉടമ പെൺകുട്ടിയുടെ വിശ്വാസം നേടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ആ ഒരു വിശ്വാസം അദ്ദേഹം നേടിയെടുത്തു എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, ഇപ്പോൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ, ഇയാൾ പെൺകുട്ടിക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പണം തൻ്റെ സാലറിയിൽ നിന്ന് കുറച്ച് പിടിക്കാനാണ് പെൺകുട്ടി പറഞ്ഞിരുന്നത്. സ്വാഭാവികമാണ്, ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കും, എന്നിട്ട് സാലറിയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്യും. അതൊക്കെ ലോകത്ത് ആദ്യമായി നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. കാരണം പല ആൾക്കാരെ കമൻറ്റുകൾ കണ്ടു, പൈസ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്, അങ്ങനെ പൈസ വാങ്ങിച്ചാൽ ഓടിക്കയറി വന്നൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ് വേണ്ടത്. പൈസ വാങ്ങിക്കുന്നത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല. പല ആളുകളും ജോലി സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങിക്കും, എന്നിട്ട് അവരുടെ സാലറിയിൽ നിന്ന് കുറച്ച് പിടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ പെൺകുട്ടിയും കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയും വേറെ 2 കുട്ടികളും കൂടിയാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ ആ 2 പെൺകുട്ടികളും പുറത്തു പോയ സമയം നോക്കി, എനിക്ക് തോന്നുന്നു പ്രീ പ്ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ 2 പേരും പുറത്തു പോയ സമയം നോക്കി ഈ പെൺകുട്ടിയുടെ ഒറ്റക്കാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഇവർ 3 പേരും വരുന്നത്. 3 പേരും അതിക്രമിച്ച് കയറി, ഒരു കൺസെൻറ്റ് എന്ന് പറയുന്ന സംഭവം, ഒരു സ്ത്രീയുടെ ദേഹത്ത് അവളുടെ സമ്മതമില്ലാതെ തൊടുന്നത്, അത് വളരെയധികം കുറ്റകരമാണ്. പക്ഷെ അതിനുള്ള ശിക്ഷ, എന്ത് ശിക്ഷ കിട്ടും, എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്, അതനുസരിച്ചാണ് കാര്യങ്ങളും. ഇത് പുറത്ത്, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള എവിടെയെങ്കിലും ആണ് ഒരു പെൺകുട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാണ്ട് അവളുടെ ദേഹത്ത് തൊട്ടിരുന്നു എങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ നമ്മൾ ഊഹിക്കുന്നതിൽ അപ്പുറമായിരിക്കും. അങ്ങനെ ഒരു ഭയം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾ വീണ്ടും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ മുകളിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാര്യം, പല ആൾക്കാരും പറയുന്നത് കണ്ടു, അങ്ങനെ പീഡിപ്പിക്കാൻ വന്നപ്പോൾ വീഡിയോ എടുത്തു, ഒരാൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, പീഡിപ്പിക്കാൻ വന്നപ്പോൾ ആ കുട്ടി വീഡിയോ എടുത്തതല്ല. ആ വീഡിയോ പ്രചരിക്കുന്നത് ഈ പെൺകുട്ടി വീഡിയോ ഗെയിം കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് റെക്കോർഡായതാണ്. അവിടെ നടക്കുന്ന ദൃശ്യങ്ങളും പെൺകുട്ടി പറയുന്ന കാര്യങ്ങളും എല്ലാം അതിൽ റെക്കോർഡായതാണ് തെളിവായിട്ട്, ഇന്ന് ഡിജിറ്റൽ തെളിവായിട്ട് അവരുടെ കയ്യിലുള്ളത്. എന്താണെങ്കിലും ഇത് കേസിന് അനുകൂലമാവണം. കാരണം നീതി എന്ന് പറയുന്നൊരു കാര്യം ആ പെൺകുട്ടിക്ക് കിട്ടണം. ഇതിപ്പോൾ അവർ വന്നു, ഈ പെൺകുട്ടി അതിന് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് പുറം ലോകമൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിക്ക് അതിന് താല്പര്യമില്ല. എന്നിരിക്കെ ആ ഉടമസ്ഥൻ വന്ന് അവർ പറയുന്നു, പുറത്തറിഞ്ഞാൽ നിന്റെ മാനം പോകുമെന്ന്. ഇപ്പോൾ ആരുടെ മാനം പോയി? പെൺകുട്ടിയുടെ മാനം മാത്രമാണോ പോകുന്നത്? ഇവർക്കുമില്ലേ കുടുംബവും മക്കളും ഭാര്യയും ഒക്കെ, ഇവർക്കും ഉണ്ടാവില്ലേ? എന്താണെങ്കിലും ആ ദേവദാസ് എന്ന് പറയുന്ന ഹോട്ടലുടമയെ പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ, അതായത് തക്കതായ രീതിയിലുള്ള ശിക്ഷ അയാൾക്ക്, മാക്സിമം അയാൾക്ക് മാത്രമല്ല ഇനി പിടിക്കാനുള്ള അയാളുടെ ജീവനക്കാരനായ റിയാസ്, സുരേഷ് എന്നിവരെയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന് മാത്രമല്ല, അതിക്രമിച്ച് കയറിയ പെൺകുട്ടിയെ ഉപദ്രവിച്ച് പെൺകുട്ടിയുടെ നില ഇന്ന് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു ഒരുപാട് പരിക്കുകളെ നേരിട്ടിട്ടുണ്ട്. എന്താണെങ്കിലും അവരുടെ പീഡനത്തിൽ നിന്ന് പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പക്ഷേ ശാരീരികമായി ഒരുപാട് ഗുരുതരമായ പരിക്കുകൾ ആ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഈ കാട്ടാളന്മാർക്ക്, ഈ ദുഷ്ടന്മാർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ആർക്കും, അതായത്
എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് എന്നല്ല, ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല പെൺകുട്ടിയുടെ കരച്ചിലും. ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി. ഞാൻ ആ വീഡിയോ ഇടുന്നില്ല, കാരണം നമുക്കത് ഒരു പ്രാവശ്യം കാണാൻ പറ്റും. അതിൻ്റെ കരച്ചിലും ഒക്കെ ഈ 3 പേരോട് അതിക്രമിച്ച് കയറി അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആ ഒരു നിലവിളി, അത് കേട്ട് നിൽക്കാൻ ആർക്കും തന്നെ പറ്റില്ല. നീതി കിട്ടട്ടെ, നീതി കിട്ടണം, എന്നാൽ മാത്രമാണ് കടുത്ത ശിക്ഷയും കിട്ടണം, എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള കുറ്റങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് എല്ലാവരും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി റിമാൻഡിൽ കൊണ്ടുപോകുന്നു, ഹോട്ടലിൽ കൊണ്ടുപോകുന്നു, തെളിവെടുപ്പ് നടത്തുന്നു, അതിനുശേഷം പുല്ല് പോലെ പുറത്തിറങ്ങുന്നു, ഒരു പ്രശ്നവുമില്ല. അത് മാത്രമല്ല, പിന്നെ നമ്മൾ അറിഞ്ഞൊരു കാര്യം, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അതുപോലെ വീട്ടുകാർ ആ സ്വാധീനത്തിന് വീടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പണമുള്ളവർക്ക് എന്തും ആവാലോ. പണം കുറേ വാരി എറിഞ്ഞുകൊണ്ട് ഈ കേസൊക്കെ തേച്ച് മായ്ച്ച് കളയാനുള്ള ശ്രമമായിരിക്കും. പക്ഷെ അതിനൊന്നും നടത്താതെ തന്നെ കേസ് വളരെ നല്ല രീതിയിൽ തന്നെ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്, തെളിവെടുപ്പുകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ട്, ഇനി 2 പേരെ പിടിക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവരെയും പിടിക്കട്ടെ, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ, കടുത്ത ശിക്ഷ കിട്ടട്ടെ.